ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം K3 സോഷ്യൽ സയൻസിൻ്റെ സിലബസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോളോവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ് കണ്ട് നമ്മുടെ ഒരു ഫോളോവർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് എല്ലാവർക്കും. കാരണം നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കേറ്റഡ് എക്സാം എഴുതാൻ പോകുന്നവരാണ്. എസ്പെഷ്യലി നമ്മുടെ K3 ഒക്കെ ആകുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അത് കളക്ട് ചെയ്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചാനലുകളിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. എല്ലാവർക്കും ഒന്നും ആ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫോളോവർ തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിൻ്റെ ആൻസർ കീ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇത് കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറിയാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ ഇതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷയിലെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഭാഗങ്ങളെല്ലാം ഞാൻ ക്ലാസ് ആയിട്ട് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസേഴ്സും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം 80 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ 50 മാർക്കിൻ്റെ നമ്മുടെ സബ്ജക്റ്റും 30 മാർക്കിൻ്റെ പെഡഗോജിയുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 30 മാർക്കിൻ്റെ പെഡഗോജി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ്. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ദ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആണ്. ദെൻ 72ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, ആനോസ്ഫിയർ. ദെൻ വിച്ച് ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ്. ആൻസർ ഓപ്ഷൻ സി ആണ് ജിയോമോർഫോളജി ആണ് കേട്ടോ. ദെൻ സെഡിമെൻറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സും അതിൻ്റെ പ്രോസസ്സൊക്കെയാണ്. ദെൻ ഹൈഡ്രോളജി സ്റ്റഡി ഓഫ് വാട്ടർ. ദെൻ പെഡോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി ഓഫ് സോയിൽസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് പ്രീവിയസ് എല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് SCRT ഓറിയൻറ്റഡ് ക്ലാസ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എക്സാമിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡെസിഫേർഡ് ദി ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഹൂ ഡെസിഫേർഡ് ദി ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഷംപോളിയൻ ആണ് കേട്ടോ. Then Kalashoga belongs to the dynasty of. Answer option C ആണ്, the Shishunaga dynasty ആണ്. ഇനി 76ാമത്തെ, ഐഡൻറ്റിഫൈ ദ ലീഡർ ഓഫ് ദി സാന്താൾ റിവോൾട്ട്. സിദ്ധു കൻഹയാണ് അല്ലേ. ദെൻ സിദ്ധു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 77ാമത്തെ ചോദ്യം നോക്കാം. ഹു ഫൗണ്ടഡ് ദ സ്വദേശി സ്ട്രീം നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, VO ചിദംബരം പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്യാൻ ബി ഡിസോൾവ് അണ്ടർ ആർട്ടിക്കിൾ 172 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, 5 years ആണ്. ദെൻ ഹാരപ്പൻ സൈറ്റ് ലോത്താൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്. ദെൻ വിച്ച് പാർട്ടി ഗവൺമെൻറ് അനൗൺസ്ഡ് ദി ഫോർമേഷൻ ഓഫ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഇൻ 1978. ആൻസർ ഓപ്ഷൻ എ ജനതാ പാർട്ടിയാണ് ദാറ്റ് അനൗൺസ്ഡ് ദി ഫോർമേഷൻ ഓഫ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഇൻ 1978. Which of the following mountains is considered to be volcanic origin? ആൻസർ ഓപ്ഷൻ എ ആണ്, കിളിമഞ്ചാരോ ആണ് കേട്ടോ. ദെൻ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പോൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന മാച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, ദ വിൻഡ് ദാറ്റ് ബ്ലൂ ഫ്രം ദി സബ് ട്രോപ്പൽ ഹൈ പ്രഷർ ബെൽറ്റ് ടുവേർഡ്സ് ദി സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആർ കാൾഡ് വെസ്റ്റേർലീസ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. Then identify the woman poet of the Sangam period. The woman poet of the Sangam period is Avvayar ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Then who was the finance minister of India when the new economic policy was introduced in 1991? The finance minister of India when the new economic policy was introduced in 1991 is Dr. Answer option B, Dr. Manmohan Singh ആണ്. അടുത്തത് റൈൻ
ഷാഡോ ഇഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റൈൻ ഷാഡോ ഇഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓറോഗ്രഫിക് റൈൻഫോൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the term Zat is related to Mansabdari system ആണ്. Who is the chairperson of Niti Aayog? The chairperson of Niti Aayog is option B, Prime Minister. Then which one of the following layers of the atmosphere is responsible for the reflection of the radio waves? Answer option D ആണ് ionosphere ആണ്. Then name the country that introduced the open door policy in China. Answer option D ആണ് USA ആണ്. Then the center can assume the administration of the state under which of the following provisions of the Indian Constitution? Answer option A ആണ് Article 356. The right to education as a fundamental right was inserted into the Indian Constitution through which amendment? Answer option C, 86th Constitutional Amendment Act. Sea breeze is formed during daytime ആണ്. Answer option A ആണ്. Next, in which year was the first phase of nationalization of commercial banks in India carried out? Answer option C ആണ് അല്ലേ 1969 ആണ്. The headquarters of SAARC is located in which city? The headquarters of SAARC is located in option D, Kathmandu ആണ്. Answer option D, Kathmandu ആണ്. 96th, which of the following best illustrates the concept of laissez-faire in a capitalist economy? അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന രീതിക്കാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫയേഴ്സ്. മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫയേഴ്സ് ആണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഈ ലേസി ഫെയറിയുടെ ഒരു കൺസെപ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇനി അടുത്തത് ദ ക്യാപിറ്റൽ ഓഫ് ബൈസാന്റൈൻ എംപയർ ഈസ്. ആൻസർ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് കേട്ടോ. ഇനി 98th ക്വസ്റ്റ്യൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു അഡ്ജുഡിക്കേറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻറ്റിറ്റീസ്? ആൻസർ ഓപ്ഷൻ സി ആണ് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റും ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 99th നോക്കുക ദ ബജൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് മീരാബായ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 100th ക്വസ്റ്റ്യൻ നോക്കൂ. The statue of Gomateshwara is situated in Shravana Balgola. Answer option B ആണ്. Next question. Which of the following best describes the role of tertiary sector in economic development? അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ് ദാറ്റ് സപ്പോർട്ട് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 102ാമത്തെ ചോദ്യം നോക്കാം. Which of the following is an activity under secondary sector? Which of the following is an activity under secondary sector? Answer option C തന്നെയാണ് മാനുഫാക്ചറിങ് എന്നുള്ളതാണ്. Then when did the Chauri Chaura incident take place? When did the Chauri Chaura incident take place? In 1922 ആണ്. Answer option B 1922 ആണ്. Then 104ാമത്തെ ക്വസ്റ്റ്യൻ which of the following best defines sustainable development? അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു സാറ്റിസ്ഫൈ നീഡ്സ് എന്നുള്ളതാണ്. 105ാമത്തെ ക്വസ്റ്റ്യൻ വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലൊക്കേറ്റഡ്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓപ്ഷൻ എ മാനിലെ ആണ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മോറൽ സ്വാഷിയൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ദെൻ പെട്രോളജി ഈസ് റിലേറ്റഡ് ടു ദി സ്റ്റഡി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റോക്ക് ആൻഡ് മിനറൽസ് എന്നുള്ളത്.
Which one of the following is the oldest mountain range in India? Which one of the following is the oldest mountain range in India? Answer option B, Aravalli. Then identify the ship in which the Pilgrim Fathers travelled from England to America. The ship that Pilgrim Fathers travelled from England to America is answer option C ആണ് Mayflower ആണ്. Then who founded the Cordova University? The Cordova University is the Arabs ആണ്. Which of the following international organization is responsible for promoting education, science and culture globally? Answer option C ആണ് UNESCO ആണ്. Then which one of the following is the most abundant element of the earth crust? Most abundant element of the earth crust is answer option C, oxygen. The preamble to the Indian Constitution was amended in which year to incorporate the word socialist and secular? Answer option D ആണ് 1976. 114ാമത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ വിൻ്റർ സോൾസ്റ്റിക്സ് വെൻ ദ സദേൺ ഹെമിസ്ഫിയർ വിൽ ഹാവ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ദെൻ ദിസ് ഈസ് ദ സമ്മർ സോൾസ്റ്റിക്സ് when the northern hemisphere will have the longest night and shortest day. Which one of the statement given above is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, കാരണം വൺ ഓൺലി എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ഫോർ urban local bodies in India? Primary source of revenue for urban local bodies in India is property tax ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Name the author of the City of God. Name the author of the City of God is Saint Augustine ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. Which is the longest tributary of river Ganga? Longest tributary of river Ganga is option B, Yamuna ആണ്. Then which of the following statements are true with respect to Human Development Index HDI? അപ്പോൾ HDI ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 2, 4 ഇതും 1, 2, 4 ട്രൂ ആയിട്ടുള്ളത് വരുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. The hot and dry wind which blows in West Africa from Sahara to Guinea is ആൻസർ ഓപ്ഷൻ സി ആണ് ഹെർമാറ്റൻ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ എ ഗവൺമെൻറ് ബഡ്ജറ്റ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പർച്ചേസ് ഓഫ് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഫോർ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 120 ക്വസ്റ്റ്യൻസ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മുടെ 30 മാർക്കിൻ്റെ, അതിൽ 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് 30 മാർക്കിൻ്റെ പെഡഗോജി അല്ലേ. അപ്പോൾ 50 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് പറയുന്നത്. ഈ 30 മാർക്സിൻ്റെ പെഡഗോജി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഒരു ഡീപ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എക്സാമിന് മുമ്പുള്ള പരീക്ഷകളുടെ കാര്യം അറിഞ്ഞിരിക്കുന്ന അത്രയും നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടെല്ലാം ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.